ഞങ്ങളുടെ ഇന്നത്തെ യാത്ര ഏലിയാവിൻ്റെ ഗുഹയിലേക്കാണ്. സ്റ്റെല്ല മേരീസ് കോൺവെൻറ്റ്. ഇവിടെയാണ് ഏലിയ പ്രവാചകൻ ഒളിച്ചു പാർത്ത ഒരു ഗുഹയാണുള്ളത്. സ്റ്റെല്ല മാരീസ് എന്നാൽ സമുദ്രത്തിൻ്റെ നക്ഷത്രം എന്നാണ് അർത്ഥം. 12-ാം നൂറ്റാണ്ടിൽ രൂപം കൊണ്ട കർമ്മലീത്ത സന്യാസ സമൂഹത്തിൻ്റെ സർവ്വലൗകിക സ്ഥാനമാണ് ഈ ആശ്രമം. പള്ളിയുടെ ഉള്ളിൽ അകത്തേക്ക് കയറി ഒരു ചെറിയ ഗുഹയുണ്ട്. എലീശ ഉൾപ്പെടെയുള്ള തൻ്റെ പിൻഗാമികൾക്ക് ഏലിയാവ് വേദപാഠം പറഞ്ഞു കൊടുത്തത് ഇവിടെയായിരുന്നു എന്ന് കരുതുന്നു. ദൈവാലയത്തിൻ്റെ ഉൾവശം ഒരു കുരിശാകൃതിയിലാണ്. മേൽക്കൂരയിൽ മനോഹരമായ വിവിധ ബൈബിൾ ദൃശ്യങ്ങളുടെ പെയിൻറ്റിങ്ങുകളുണ്ട്. ഏലിയാവിൻ്റെ സ്വർഗാരോഹണം, ദാവീദ് കിന്നരം വായിക്കുന്നത്, യെശയ്യാ പ്രവാചകൻ, തിരുക്കുടുംബം, 4 സുവിശേഷന്മാർ എന്നിവയൊക്കെ ആ കൂട്ടത്തിൽ കാണാം. ദൈവാലയത്തിൻ്റെ പുറത്തായി ഒരു ചെറിയൊരു പിരമിഡ്. 1799 നെപ്പോളിയൻ്റെ യുദ്ധകാലത്ത് മുറിവേറ്റ 200 പടയാളികളെ സംരക്ഷിച്ചത് ഈ ഗുഹയ്ക്കുള്ളിലായിരുന്നു. പിന്നീട് നെപ്പോളിയൻ പിൻവാങ്ങിയപ്പോൾ മാമലുക്ക് ഗവർണർ അഹമ്മദ് പാഷ ആ പടയാളികളെയെല്ലാം കൊലപ്പെടുത്തി. അവരുടെ സ്മാരകമാണ് ഈ പിരമിഡ്. കൊല്ലപ്പെട്ട പടയാളികളുടെ അസ്ഥികൾ പിന്നീട് ശേഖരിച്ച് ഇതിൻ്റെ ചുവട്ടിൽ നിക്ഷേപിച്ചു. ആശ്രമത്തിൻ്റെ എതിർഭാഗത്ത് മെഡിറ്ററേനിയൻ കടലിലേക്ക് ഇറങ്ങിപ്പോകുന്ന ഒരു പടിക്കെട്ടുകളുണ്ട്. ബാലിൻ്റെ പ്രവാചകന്മാരുമായി ഏറ്റുമുട്ടും മുമ്പ് ഏലിയാവ് അവിടെ ഒരു ഗുഹയിലായിരുന്നു പ്രാർത്ഥിച്ചു എന്നും വിശ്വസിക്കപ്പെടുന്നു. 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ ഇത് സൂചിപ്പിച്ചിട്ടുണ്ട്. 14 മീറ്ററാണ് ഈ ഗുഹയുടെ ദൈർഘ്യം. ഏലിയ പ്രവാചകനും ബാലിൻ്റെ പ്രവാചകന്മാരും തമ്മിൽ നടന്ന തീ പാർന്ന ഒരു മത്സരത്തെക്കുറിച്ച് ബൈബിളിൽ പറയുന്നുണ്ടല്ലോ. അടുത്ത സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഈ പള്ളിയും ഈ ചുറ്റുപാടുകളും കാണാൻ നല്ലൊരു വൈബ്സാണ്. മൊത്തത്തിൽ ഈ ഒരു നേരത്തെ നമ്മൾ ഏകദേശം ഒരു അരമണിക്കൂറോളം സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോയി. നിങ്ങൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കാതിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.